നമ്മളല്ലാതെ മറ്റാരൂ സഖാക്കളെ ഈ മണ്ണിനായി ചോര ചിന്തിടുവാൻ. കണ്ടില്ലേ, കേരളത്തിന്റെ അഭിവന്ദ്യനായ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ ഇന്നത്തെ പത്രസമ്മേളനത്തിൽ മനസ്സിന് സന്തോഷം തരുന്ന ഒരു കാര്യമല്ലേ പറഞ്ഞിരിക്കണേ. വയനാട് ചൂരൽമലയില് ദുരിതം സംഭവിച്ചവർക്ക് ആദ്യഘട്ടത്തെ വീട് 300 വീടുകൾ ഫെബ്രുവരിയിൽ കൊടുക്കുമെന്നാ പറയുന്നത്. ഹായ്, ഞാൻ മുസ്തഫ ജമാൽ വട്ടം. കൊക്കെത്ര കുളം കണ്ടതാ, കുളം എത്ര കൊക്കിനെ കണ്ടതാണ് എന്റെ റാഫിയെ. തന്നെ പോലുള്ള ആളുകൾ, തന്നെ പോലുള്ള സഖാക്കൾ മാത്രമേ ഇതൊക്കെ കേൾക്കുമ്പോൾ പുളക അണിയുള്ളൂ. വരാൻ പോണ മാസത്തെക്കുറിച്ചല്ലേ, വരാൻ പോണ മാസത്തിൽ തരാൻ പോണ വീടിനെ കുറിച്ചാണ് ഇപ്പൊ താനിപ്പോ ഈ പറഞ്ഞ് പുളകമണിയുന്നത്. എന്നാൽ ഇതിനു മുമ്പ് ആ കൊറോണ കാലത്ത് ജനങ്ങൾ വളരെ പ്രയാസപ്പെട്ട ഒരു കാലം ഉണ്ടായത്. അന്ന് ഇതേ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് ദുബായിൽ വന്നിട്ട് വലിയ പ്രഖ്യാപനം നടത്തുന്നത്. ആ പ്രഖ്യാപനം ഒന്നും നമ്മളാരും പറഞ്ഞിട്ടില്ല. ഒന്ന് കേട്ടു. ഗൾഫിൽ നിന്ന് ജോലി നഷ്ടപ്പെട്ട് മടങ്ങുന്ന മലയാളികൾക്ക് കേരള സർക്കാർ 6 മാസത്തെ നഷ്ടപരിഹാര പാക്കേജ് നടപ്പിലാക്കാനാണ് ആലോചിക്കുന്നത്. ഗൾഫിൽ ജോലി ചെയ്ത ഓരോ വർഷത്തിൽ 1 മാസം എന്ന തോതിൽ പെൻഷനും നൽകും. കൂടാതെ പ്രവാസി ജോബ് പോർട്ടൽ ആരംഭിക്കും. അപകടങ്ങളിൽപ്പെടുന്നവർക്ക് അടിയന്തര ചികിത്സ ലഭ്യമാക്കാനും നാട്ടിലെത്തിക്കുവാനും നടപടി സ്വീകരിക്കും. മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കുന്ന സംഘടനകൾക്ക് ധനസഹായം നൽകും. മൃതദേഹം കൊണ്ടുവരാൻ ഇടപെടുന്ന സംഘടനകൾക്ക് പ്രത്യേക ധനസഹായം നൽകുക തന്നെ ചെയ്യും. ഈ പ്രഖ്യാപിച്ച പദ്ധതിയിൽ എത്ര എണ്ണം നടപ്പിൽ വരുത്തി ഒന്ന് പറയാവോ റാഫിയ? ഇനി അതൊക്കെ പോട്ടെ. ഇപ്പൊ ഈ അടുത്ത കാലത്ത് കൊച്ചിയില് കൂരയില്ലാത്ത ആളുകൾക്ക്, നഷ്ടപ്പെട്ട ആളുകൾക്ക് നിങ്ങളൊരു ബിൽഡിങ്ങിന്റെ ഉദ്ഘാടനം കഴിച്ചു കൊടുത്തിരുന്നു കൊച്ചിയിൽ. അതിന്റെ അവസ്ഥ എന്താണ് എന്നുള്ളത് ഇതൊന്ന് കണ്ടു നോക്ക്, എന്നിട്ട് പുളകമണിയാം. 194 കുടുംബങ്ങൾ ഇന്നു മുതൽ അടച്ചുറപ്പുള്ള സ്വന്തം വാസസ്ഥലത്ത് താമസിക്കാൻ പോവുകയാണ്. അന്ന് വാസയോഗ്യമാക്കി കൊടുക്കുന്നുള്ള രീതിയിലാണ് ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞത്. പക്ഷെ ഇതുവരെ ആർക്കും കിട്ടിയിട്ടില്ല. ഇപ്പൊ ഇന്ന് കിട്ടുന്ന ആളെ കിട്ടും, ഇതിപ്പോ 3 മാസം കഴിയണമെന്നാണ് പറഞ്ഞത്. ഇതിനു വേണ്ടി നടന്ന് മതിയായിരിക്കണേ. പാവപ്പെട്ടവനെ ഇടങ്ങേറാക്കിക്കൊണ്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രി വന്ന് സെപ്റ്റംബറിൽ ഉദ്ഘാടനം ചെയ്തു. ബഹുമാന്യനായ മേയർ അനിൽകുമാർ സാറ് പറഞ്ഞ് അത്രയും നല്ലൊരു ലൊക്കേഷനാണ്, ഇവിടുന്ന് പോകാൻ തോന്നല്ല, കൊച്ചിയുടെ ചരിത്രത്തിൽ ആദ്യമാണ്. അപ്പൊ താമസമായി തന്നെയാണ് ജനങ്ങൾ കരുതിയത്. പക്ഷെ സത്യത്തിൽ അങ്ങനെയല്ല. ഇത് ആർക്കും തന്നില്ല, ഒരു മാർഗില്ല. വാടക എല്ലാം കൊടുത്ത് നശിഞ്ഞ ആൾക്കാരാണ് ഇതെല്ലാം. ഈ ഇലക്ഷന്റെ കോർപ്പറേഷൻ ഇലക്ഷന്റെ ഇതാണ് ചെയ്തേക്കണപ്പോ. പിന്നെ എന്തിന്റെ പേരിൽ ഈ പദ്ധതി ഇതിവിടെ കെട്ടിപ്പൊക്കി കഴിഞ്ഞിട്ട് താക്കോൽദാനം കൊടുക്കാണ്ട് പിന്നെ എന്തിനാണ് ഈ ഒരു സംഭവം? ജനങ്ങൾ സത്യം എന്താണെന്നറിയണം. ഇത് വെച്ചുണ്ടാക്കുന്ന മുതലെടുപ്പ് ഇനി മുതലെടുക്കാൻ പാടില്ല. വർഷം 15 ആവണം ഇത് വെച്ചുണ്ടാക്കിയ മുതലെടുപ്പ്.